വരുന്നത് ചുങ്കത്തറയെന്നാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ ചെല്ലുമ്പോൾ ആ ഒരു പൾസ് എങ്ങനെയാണ്? ആളുകളുടെ റെസ്പോൺസ് ഭയങ്കര പോസിറ്റീവാണ്. ഇപ്പൊ ഞങ്ങൾ പാലക്കാടും പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഈ ഇഞ്ചോടിഞ്ച് മത്സരം, ടൈറ്റ് ഫൈറ്റ് എന്നൊക്കെ മാധ്യമങ്ങൾ കാണുമ്പോൾ തോന്നും. അത് നിങ്ങളുടെ കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിയാണ്. കാരണം ഇപ്പൊ നിലമ്പൂരിൽ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് അല്ലെന്ന് പറഞ്ഞ ജനങ്ങൾക്കെല്ലാം അറിയാം ഈ തവണ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. നിലമ്പൂരിൽ നിന്ന് ബേസിക് UDF കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പക്ഷെ അപ്പൊ അന്നേരം പിന്നെ ഇൻട്രസ്റ്റ് പോകും, ആളുകളുടെ ഇൻട്രസ്റ്റ് പോകും. അപ്പം കാണാനായിട്ടുള്ള അപ്പൊ നിങ്ങൾ ഇതൊരു നെയിൽ ബൈറ്റിംഗ് ഉണ്ടെന്ന് വരുത്തേണ്ടത് നിങ്ങളുടെ ഒരു ആവശ്യമാണ്, മാധ്യമങ്ങളുടെ ഒരു സെൻസേഷന്റെ ആവശ്യമാണ്. പക്ഷെ അതിനപ്പുറം TV ഒന്ന് ഓഫ് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ 10 പേരിൽ 9 പേരും പറയും ഇത്തവണ. അവർക്ക് പല കാരണങ്ങളുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് അവരുടെ വോട്ട് ആര്യടൻ ഷൗക്കത്തിനാണെന്ന് പറയുന്നുണ്ട്. ചിലര് ആര്യടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ആള്, അയാൾ പഞ്ചായത്ത് പ്രസിഡന്റായി, മുനിസിപ്പൽ ചെയർമാനായിട്ടും ഒക്കെ അയാളുടെ ആ കാലത്തെ പെർഫോമൻസ് അതിഥി ഭയങ്കര മാതൃകാപരമാണ്. സമാനതകളില്ലാത്ത, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർമാനുമായിട്ട്. രാഹുലെ, പക്ഷെ അത് ശരിയാണ്. ഞാൻ തുടക്കത്തിൽ ആ മുൻതൂക്കം ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ പിന്നെ പല വിഷയങ്ങൾ വന്നു. അത് പല വിഷയങ്ങൾ പക്ഷെ UDF ആന്റിസിപ്പേറ്റ് ചെയ്യാത്ത തരത്തിലുള്ള പല കാര്യങ്ങളിലേക്ക് പോയി. ആ മുൻതൂക്കം ശരിക്കും അത് ഞാനാണ് പറയാൻ ഏറ്റവും കേരളത്തിൽ ആധികാരികതയുള്ള ആള്. വേറെ ഒന്നും കൊണ്ടല്ല, പാലക്കാട് തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ? പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എല്ലാ ദിവസവും നെഗറ്റീവ് ന്യൂസുകൾ ഇല്ലാത്ത, വ്യക്തിപരമായി ഇതിപ്പം ഏറ്റവും മിനിമം ആര്യാടൻ ഷൗക്കത്തിനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഭാഗ്യാണ്, ഒന്നുമില്ല വ്യക്തിപരമായി അറ്റാക്ക് ചെയ്തില്ല. വ്യക്തിപരമായി വരെ എന്നെ എന്തെല്ലാം ചിത്രീകരിച്ചു, കള്ളപ്പണക്കാരനാക്കി, ഏതെല്ലാം കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ നോക്കി. എന്നിട്ട് ഒരു കള്ളപ്പണ കേസിൽ വരെ എന്നെ കൊടുക്കാൻ നോക്കിയില്ലേ? ആ കൊടുക്കാൻ നോക്കിയിട്ട് ഇതെല്ലാം നിങ്ങൾ പ്ലേസ് ചെയ്തിട്ട് അതിനുശേഷം എന്താ ജനങ്ങൾ എടുത്തത്? ജനങ്ങൾക്ക് തീരുമാനമുണ്ട്. ഞാൻ എപ്പോഴും പറയും ജനങ്ങൾക്ക്, കാരണം അവർക്ക് വോട്ട് ചെയ്യേണ്ട കാരണങ്ങൾ വേറെയാണ്. നമ്മളിപ്പോ എത്ര അവരുടെ ഫോക്കസ് മാറ്റാൻ നോക്കിയാലും ഇപ്പൊ നിലമ്പൂരിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ നമ്പർ 1 ഇഷ്യൂ മാൻ ആനിമൽ കോൺഫ്ലിക്ട് അല്ലേ? ഞങ്ങളൊന്നും ചെന്നപ്പോ ചുങ്കത്തറ ഏരിയ എന്ന് പറയുന്നത് അവർ പറയണേ രാത്രിയൊന്നും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ട്. കാരണം ഒരു വീട്ടില് ഒരാൾ അവസാനം എത്തുന്ന അയാളൊരു സുരക്ഷിതത്വമാണ് അയാളുടെ വീടെന്ന് പറയുന്നത്. അവർക്ക് വീട് സുരക്ഷിതത്വമല്ല, അവർക്ക് ആ വീടെന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭീതിയാണ്.